ഈ വാരം നമുക്ക് പല്ലശ്ശേനിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. പ്രിയ സ്നേഹിതന് നമസ്കാരം. ഞാൻ കഥകളി എന്ന കല ജീവിതമാക്കിയ ഒരു വ്യക്തിയാണ്. എനിക്ക് 47 വയസ്സായി. സ്ഥിരമായി ഗുരുവായൂർ പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഭഗവാൻ കൃഷ്ണനോട് വല്ലാത്തൊരടുപ്പവും ഭക്തിയും എനിക്കുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഭഗവാന്റെ ഒരു അദൃശ്യകരം എപ്പോഴും എന്നെ പിന്തുണച്ചിട്ടുമുണ്ട്. എൻ്റെ അമ്മ പറയുമായിരുന്നു, എൻ്റെ ജാതകത്തിൽ ഞാനൊരു വൈഷ്ണവ ഭക്തനായി മാറുമെന്ന്. ജ്യോത്സ്യൻ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ 1-2 ജ്യോത്സ്യന്മാരെ പിന്നീട് ഞാൻ കാണിച്ചപ്പോഴൊന്നും അവരിത് പറഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ വല്ലതും എൻ്റെ ജാതകത്തിലുണ്ടോ എന്നറിയാനാണ് ഇത് എഴുതുന്നത്. ഞാൻ താങ്കളുടെ പരിപാടി മിക്കതും കണ്ടിട്ടുണ്ട്. യോഗയെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാണ്. ഔഷധിയും ഗുണകരം തന്നെ. എൻ്റെ ഈ കത്ത് പരിഗണിക്കുമെന്നുള്ളതായിരിക്കുന്ന വിശ്വാസത്തോടെ പ്രവീൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രവീണിൻ്റെ ജാതകപ്രകാരം പൊതുവെ വിഷ്ണു ഭഗവാനോട് നല്ല ഭക്തിയുണ്ട്. വൈഷ്ണവ ഭക്തനായി മാറുമെന്ന് ജ്യോത്സ്യൻ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജാതകത്തിലില്ല, വേറെ ജ്യോത്സ്യന്മാർ പറഞ്ഞില്ല എന്നാണ് ചോദ്യം. അപ്പം ജാതകം എല്ലാം പരിഗണിക്കുന്നതായ സമയത്തിൽ നല്ലൊരു മഹാഭാഗ്യകരമായിരിക്കുന്ന ഒരു യോഗം താങ്കളുടെ ജാതകത്തിൽ പറയുന്നുണ്ട്. ശ്രീകണ്ഠ ശ്രീനാഥ വൈരഞ്ജി യോഗങ്ങളിൽ ഒരു യോഗമായ ശ്രീനാഥ യോഗം എന്നുള്ളതായിരിക്കുന്ന ഒരു യോഗം ജാതകത്തിലുണ്ട്. ലഗ്നാദീശ്വര ഭാസ്കരാമൃതകരാഹ കേന്ദ്രത്രികോണാശ്രിതാഹ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ശുക്രനും ബുധനും 9ാം ഭാവത്തിൻ്റെ അധിപനും കേന്ദ്രത്രികോണ ഭാവങ്ങളിൽ ഉച്ചസ്ഥന്മാരായോ സ്വക്ഷേത്രഗതന്മാരായോ ബന്ധുക്ഷേത്രത്തിലായോ നിൽക്കുകയാണെങ്കിൽ ശ്രീനാഥയോഗം ഉണ്ടാകുമെന്നാണ് പറയുക. താങ്കളുടെ ജാതകപ്രകാരം ശ്രീനാഥയോഗം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഈ ശ്രീനാഥയോഗത്തിൽ ജനിച്ചാലുള്ള ബലം തന്നെ പൊതുവേ ലക്ഷ്മീവാൻ സരസോക്തി ചാടു നിപുണോ നാരായണാംഗാങ്കിത സ്തന്നാമാങ്കിത ഹൃദ്യപദ്യ മനുഷ്യം സങ്കീർത്തയൻ സജ്ജനഃ തൽഭക്താപജിതോ പ്രസന്നവദന സൽപുത്രധാരാന്യുത സർവേഷാം നയനപ്രിയോതിസുഭഗഃ ശ്രീനാഥ യോഗോദ്ഭവ എന്നുള്ളതാണ് പ്രമാണം. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ആദ്യത്തെ വാക്ക് തന്നെ ലക്ഷ്മീവാൻ എന്നുള്ളതാണ്. ലക്ഷ്മീവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയോട് കൂടിയിരിക്കുക. അതിൻ്റെ അർത്ഥം ഐശ്വര്യവാനായിരിക്കുക എന്നുള്ളതാണ്. ലക്ഷ്മീവാൻ സരസോക്തി ചാടു നിപുണോ എന്നാണ്. സരസവും പിന്നെ യുക്തിപൂർവമായിട്ട്, അതായത് സമയവും സന്ദർഭവും നോക്കിയിട്ട് സരസമായ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികൾക്ക് മുഷിപ്പ് തോന്നാതെ സന്തോഷം തോന്നുന്നതായിരിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ളതായിരിക്കുന്ന കഴിവുള്ളതായിരിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. നാരായണാംഗാങ്കിതാഹ എന്നാണ് പറയുന്നത്. നാരായണൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ശംഖ് ചക്രം മുതലായുള്ളതായിരിക്കുന്ന ആ ഒരു അടയാളങ്ങൾ കൈകളിലോ മറ്റോ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുക. നാരായണാംഗാങ്കിത സ്തന്നാമാങ്കിത ഹൃദ്യ പദ്യമനുഷ്യം സങ്കീർത്തയൻ സജ്ജനഃ എന്നുള്ളതാണ്. വിഷ്ണുവിൻ്റെ ഭക്തന്മാരോട് താല്പര്യം ഉണ്ടാകും, സജ്ജനങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാകും. തൽഭക്താപജിതോ പ്രസന്നവദനഃ വിഷ്ണുവിൻ്റെ ഭക്തന്മാർക്ക് ഉപകാരം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്തന്മാരെ കാണുകയോ ഭക്തന്മാരിൽ നിന്നുള്ളതായിരിക്കുന്ന നല്ല വാർത്തകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത് തൽഭക്താപജിതോ പ്രസന്നവദനഃ മനസ്സിനെ പ്രസന്നമാക്കും എന്നുള്ളതാണ് പറയുക. അതിന് സാരാർത്ഥം ഇത്രയേ ഉള്ളൂ. വിഷ്ണുവിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും വിഷ്ണു ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ കീർത്തിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിന് സന്തോഷം നൽകണം എന്നുള്ളതാണ് പറയുക. പ്രസന്നവദനഃ സൽപുത്രധാരാന്യുതഃ നല്ല പുത്രന്മാരോടും ഭാര്യയോടും കൂടിയിരിക്കണമെന്നും സർവേഷാം നയനപ്രിയഃ സർവ ആളുകൾക്കും നയനപ്രിയത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളി നടനാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. കഥകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥകളി എന്നുള്ളതായിരിക്കുന്ന ആ ഒരു കൗതുകം അല്ലെങ്കിൽ ആ കലയെ ജീവിതമാക്കിയ വ്യക്തിയാണെന്ന് പറയാം. അപ്പം മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് ഇഷ്ടമുള്ള വ്യക്തിയായി തീരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ രസിപ്പിക്കുക എന്നും അതിനെ പ്രധാനമായിട്ടും അർത്ഥമാക്കാം. അതുമാത്രമല്ല മറ്റുള്ള വ്യക്തികൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിലായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുക എന്നുള്ളതും അതിനെ പ്രധാനമായിട്ടും പറയാം. അതിസുഭഗഃ എന്നാണ്. സർവേഷാം നയനപ്രിയോ അതിസുഭഗത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യവാനും ആയിരിക്കണം. ശ്രീനാഥ യോഗോദ്ഭവ ശ്രീനാഥ എന്നുള്ളതായിരിക്കുന്ന ആ യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്നാണ് പൊതുവെ ഉള്ളതായിരിക്കുന്ന ഫലം പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ജാതകപ്രകാരം
ആ ജ്യോത്സ്യൻ പണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരിക്കും, ശ്രീനാഥ യോഗം എന്നുള്ളതായിരിക്കുന്ന ഒരു യോഗം താങ്കളുടെ ജാതകത്തിലുണ്ട്, തന്നിമിത്തായിട്ട് വിഷ്ണു ഭക്തനായി മാറിയേക്കാനുള്ള ഒരു സാധ്യതയുള്ളതായിരിക്കുന്ന ജാതകം എന്നുള്ളതാണ് ജ്യോത്സ്യൻ പിന്നീട് പറഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും ജ്യോതിഷവിധി കാണാറുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനിയും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഔഷധി നിർത്തി, ഔഷധിക്ക് പകരമായിട്ട് ഭാഗ്യരത്നമാണ് ഭാഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചും താങ്കളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നു, പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു.